അതോട് കൂടിയിട്ട് ജന്ന ഈ ഒരു കേസ് സ്വയം ഏറ്റെടുക്കുകയും ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ ഒരു മർഡർ ഹൗസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സൈക്കോപാത്താണ് എന്ന് കണ്ടുപിടിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് ആ ഒരു സൈക്കോപാത്ത്, എന്തിനു ഇത് ചെയ്തു, എന്താണ് ഈ ഒരു മർഡർ ഹൗസ് എന്ന് പറഞ്ഞ വീടിന്റെ പിന്നിലുള്ള ദുരൂഹത, നോവ വോക്കറിന് എന്തുകൊണ്ടാണ് ഈ ഒരു കേസിലൊക്കെ ഫ്രെയിം ചെയ്യുന്നത്, നോവയുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവത്തിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പുസ്തകമാണ് കേട്ടോ അത്. ഇതിന് ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പുസ്തകങ്ങളോ അതല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ത്രില്ലർ ബുക്കുകളോ ഒക്കെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോരായ്മ കൂടിയുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി വളരെ രസമായിട്ട് വായിച്ചു പോകാൻ പറ്റും. ഏകദേശം 546 പേജുകളും 123 ചാപ്റ്ററുകളും ഉണ്ട്. പക്ഷെ ചാപ്റ്ററുകളൊക്കെ വളരെ ചെറിയ ചാപ്റ്ററുകളാണ്, 1-2 പേജുകൾ മാത്രമാണ് ഒരു ചാപ്റ്ററിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു തീരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സൈക്കോ കില്ലർ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ജെയിംസ് പാറ്റേഴ്സന്റെ ബുക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചു വെക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.